നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂല ഫലങ്ങളാണ് വിഷുഫലപ്രകാരം കാണുന്നത്. കാരണം ചാരവശാൽ 4-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, ജന്മശനിയാണ്. അപ്പം അങ്ങനെ ശനിപ്പഴവും വ്യാഴപ്പഴവും ഉണ്ടെങ്കിലും ഈ വർഷത്തിൽ നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വരുമാനത്തിൽ വൻ വർധനവിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെ നല്ല വിജയത്തിന് യോഗമാണ്. കാരണം ശൂലഷൾക്കങ്ങളിൽ മധ്യഷൾക്കമാണ്. അപ്പോൾ മധ്യഷൾക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നൂതന വസ്ത്രലാഭം, അതായത് മറ്റുള്ളവർ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർ ആദരിക്കുന്നതിനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. സമ്പൽ സമൃദ്ധി, നല്ല സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ചെയ്യുന്ന തൊഴിലിൽ വർധനവ്, സാമ്പത്തിക വർധനവുണ്ടാകും. അതേപോലെ തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എല്ലാ രീതിയിലും പല രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. കാരണം കണ്ടകശനിയുടെ ദോഷമോ അതേപോലെ വ്യാഴപ്പഴുവിൻ്റേതായിരിക്കുന്ന അവസ്ഥയൊന്നും കാര്യമായിട്ട് ഈ വർഷത്തിൽ ഇവർക്ക് ബാധിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഗുണം. അതിനോടൊപ്പം തന്നെ സ്ഥാനബഹുമാനങ്ങൾ, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിൽ ജീവിക്കാനായിട്ട് സാധിക്കുക, മറ്റുള്ളവരൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാകുക, കുടുംബക്കാരും വീട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഗുണങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പം മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് സാധിക്കും. നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. വരുമാനം ഒരു 14 രൂപ ദിവസം കിട്ടിയാൽ 8 രൂപയെ ചിലവാകുള്ളൂ, ബാക്കി 6 രൂപയോളം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വരുമാനത്തിൽ നല്ല വർധനവുണ്ട്. ചിലവ് കുറയ്ക്കാനായിട്ടും നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ സാമ്പത്തികമായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാഴപ്പഴവിൻ്റെ ഇതായിരിക്കുന്ന ദോഷപരിഹാരം വിഷ്ണു ക്ഷേത്രത്തിലും ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.